ചെയ്തുകൊണ്ട് തന്നെ. അപ്പം അതിനെയൊക്കെ എങ്ങനെയായിരുന്നു ഈ സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ ഭയങ്കര ആക്റ്റീവായിട്ടാണ് അത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ടെന്നുള്ള ടാഗ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മണ്ടെന്നുള്ളത്? ഒരു ബിഗ് ബോസ് വിന്നർ എനിക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഞാൻ മണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ വിചാരിക്കേണ്ട ഞാൻ മണ്ടനാണ്. അത് അവർ തന്നൊരു സാധനമാണ്. എന്താ അവർ ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ എല്ലാവരും ചീത്ത വിളിക്കാറുണ്ട്, തെളിവ് വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവർ മീൻസ് നമുക്ക് ഗെയിം കളിക്കാറില്ല, നമ്മൾ മണ്ടനാണ്. പക്ഷെ നമ്മൾ ഒരു വർഷം ഇതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് അവിടേക്ക് പോയത്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം ഇതുപോലെ എല്ലാ എപ്പിസോഡും അരിച്ച് കലക്കി കുടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോയത്. പിന്നെ നമുക്കറിയാം എന്ത് ചെയ്താൽ പിന്നെ കൂടുതലും നമ്മൾ ഒറ്റയ്ക്കൊന്ന് കളിച്ചവരാണ് വിൻ ചെയ്തിട്ടുള്ളൂ. സിംഗിളായിട്ട് കളിച്ചവർ മിക്ക ബിഗ് ബോസിനും വിൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ 24 പേർക്കെതിരെ നമുക്ക് സിംഗിളായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. നമ്മളവരെ കൂട്ടുകൂടலாம். സിംഗിൾ ആ കൂടി ദിശയുടെ മാത്രമേ കൂടുതൽ കമ്പനിയാണ്. പിന്നെ ഞാൻ മണ്ണിണ്ടായിരുന്നു. ബാക്കി നമുക്ക് ആരും ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ ആരും ഉണ്ടായില്ല. എല്ലാം ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കും. നമ്മളും അവർക്ക് ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അവർ നമുക്കും ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെയും ഗെയിം പ്ലാനും അവരുടെയും ഗെയിം പ്ലാനും. കാരണം അത് അവിടെ തീരും. കാരണം ആ ടാഗ് ലൈൻ പലരും ആണെങ്കിൽ പുറത്ത് വന്നപ്പോൾ മുതലെടുത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പലവരും തന്നെ ഒരു വട്ടം ഒരു ഇൻ്റർവ്യൂവിനകത്ത് ജിൻഡോ പറയുന്നത് കേട്ടായിരുന്നു ആ ഒരു അതിനെക്കുറിച്ച്. അല്ല, അത് ഞാൻ പറഞ്ഞത് അതായത് അവർക്ക് മണ്ടൻ ടാഗ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മണ്ടനായതുകൊണ്ട് തന്നെ അല്ല, നമ്മളവിടെ ചീത്തയായിട്ടും കാര്യങ്ങളായിട്ടും ഒരുപാട് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ അവർ ചിന്തിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, കളിക്കാറില്ല. അപ്പോൾ നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുക ചെയ്യണം. ആ ഒരു ടാഗ് ലൈൻ കൊണ്ടാണ് തന്നെ ജിൻഡോ വിന്നറായെന്ന് തന്നെയുള്ള ഒരു ടോക്കുണ്ട്. ഈ അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഞാൻ അത്യാവശ്യം ഒരുപാട് സെലിബ്രിറ്റീസ് അത് ജിൻഡോ ആണെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്ത ആ ടാഗ് ലൈൻ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസിനെ മേക്ക് ഓവർ ചെയ്യുന്ന ആളാണ്. എനിക്കൊരു 8 ഫിറ്റ്നസ് സെൻ്ററുകളാണ്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്. ഞാൻ IPS ഒരുപാട് ട്രെയിൻ ചെയ്യുന്ന ആളാണ്. ഞാൻ മദർ തെരേസ അവാർഡ് ഹോൾഡറാണ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളോട് ഇത്രയും ഞാൻ സക്സസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഇവിടുന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് നമുക്ക് മണ്ടന്ന് ടാഗ് വരുമ്പോൾ നമ്മൾ എത്ര വിഷമിക്കും. നിങ്ങളിപ്പോൾ ഈ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും കൂടിയിട്ട് നിങ്ങളെ ഒരു 24 പേര് ഇട്ടിട്ട് ഒരാളെ എല്ലാവർക്കും അവനാണ് മണ്ടെന്ന് നോട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ എത്ര വിഷമിക്കും? ആ സങ്കടം ഞാൻ തീർത്തു. വിഷമം ഉണ്ടാവില്ലേ? അത് തന്നെയുള്ളൂ, അത്രേ ഉള്ളൂ. അത് നമ്മൾ വാങ്ങിക്കണത് ഇത്രയും പോപ്പുലറായിട്ടിരിക്കുന്ന നമ്മുടെ ലാലേട്ടൻ്റെ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അത്ര വേദന ഉണ്ടാവും. ഞാൻ ലാലേട്ടനോടും പറഞ്ഞത് താങ്ക് യു ലാലേട്ടൻ. ലാലേട്ടൻ തന്നതിൽ വിഷമമുണ്ടോ? ലാലേട്ടന് എൻ്റെ ഒരു അവിടെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ലാലേട്ടൻ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയോട് എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചത്? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു മണ്ടൻ ടാഗ് ജിൻഡോ ആഗ്രഹിക്കുന്നില്ലാത്തൊരാൾക്ക് എന്തുകൊണ്ട് ലാലേട്ടൻ അത്തരത്തിലൊരു ടാഗ് തരണമെന്ന് ചിന്തിച്ചിട്ടില്ലേ? ലാലേട്ടൻ എന്നുള്ളൊരു വലിയൊരു പ്രതിഭ അല്ല, അത് ലാലേട്ടനല്ല തീരുമാനിച്ചത്. അവിടെയുള്ള ആൾക്കാർ തരുന്നത് ലാലേട്ടനല്ലേ? അതിൽ കാര്യമില്ല. ലാലേട്ടൻ അത് തരേണ്ട അവസ്ഥ വരാണ്. അല്ലാതെ ലാലേട്ടൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ അങ്ങനെ ഒരു വാക്ക് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തിനാ ഇത്രയും റീച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സമൂഹത്തിലാണെങ്കിൽ ഇത്രയും. അപ്പോൾ അത് മറ്റുള്ളവരാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ കൂടുതലായിട്ടൊരു പ്രേരണ ഉണ്ടാകുന്ന എന്തോന്നാണ്. ലാലേട്ടനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ അത് ആൾക്കാർ എടുക്കാതിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു സമയത്തെ ഫീലിങ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? അതല്ല ഞാൻ കരഞ്ഞു പോയത്. കാരണം നമുക്ക് വിഷമം എന്താ പറയുക, സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാനും സങ്കടം വരുമ്പോൾ പൊട്ടിക്കരയാനും മനുഷ്യന് വേദവാദങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമാണ്. അതെല്ലാവർക്കും ഉണ്ട് ഇല്ലേ? നമ്മൾ സങ്കടം വന്ന് കരയും, സന്തോഷം വന്ന് ചിരിക്കും. അതെല്ലാം മനുഷ്യൻ്റെ കഴിവാണ്. ഇതാണ് ജന്മം മുതലുള്ളതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. മനസ്സിലായോ? പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കരയില്ല, ചിലപ്പോൾ എന്താ പറയുക, തുള്ളിച്ചാടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ സമൂഹത്താണ്. നേരെ ഓപ്പോസിറ്റ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അത്രയും പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അത്രയും പ്രഷറിൻ്റെ ഉള്ളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കരഞ്ഞു പോകും. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.